എല്ലാവർക്കും അപ്പം ഇന്ന് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളെ ഗപ്പികളെ ഒരു ഇതിനെ പറ്റിയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ തോന ആളായി പ്രോപ്പറായിട്ട് ഗപ്പികളെ നോക്കിയിട്ട് എക്സാം ആവാറായി. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് വീഡിയോ കാണുമല്ലേ, എക്സാം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയല്ലോ ഗപ്പികൾ. എല്ലാത്തിലും നെറ്റിട്ട് വെച്ചേക്കാണ്. ഇതിനകത്ത് ഒരാളുണ്ടായിരുന്നു, അയാളെ ഇതിനകത്ത് ഇറക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പം അങ്ങോട്ടോട്ട് പോയി. ഒരു മോളീൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഈ മോളിയില്ലേ, ഈ ടാങ്കിലെ വെള്ളം നമ്മൾ വെച്ചു. അതിനകത്ത് എത്ര മോളുണ്ടെന്ന് അറിയണം. തോനെണ്ണം ചത്തു. എന്നെ ഓസ്കാറിന് കൊടുത്തു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് എന്ന് ചാവുന്നതല്ലേ. ഇതിനകത്ത് നമ്മൾ ബിഗിയർ ആൽബിനുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിനും നെറ്റൊക്കെ അഴിച്ച് മാറ്റി പ്രോപ്പറായിട്ടൊന്ന് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നെറ്റെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആൽബിൻ്റെ ഫുൾ റെഡിൻ്റെ ബിഗ് ഗിയർ. അപ്പോൾ ഇത് ബേബീസ് ആയിട്ടുണ്ട്, അത്യാവശ്യം അധികം ഉണ്ട്. ഫീമെയിലും മെയിലും ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ ആൽബിൻ്റെ ബിഗ് ഗിയറിൻ്റെ മെയിൽ. അപ്പോൾ ഫീമെയിൽ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഇതിനകത്ത് നമ്മളെ മോളി, ഇതിനകത്ത് നമ്മളെ മിക്സ്ഡ് ഗപ്പീസ്. ഈ ടാങ്ക് നമുക്ക് മിക്കവാറും ഈ അടുത്തായിട്ടില്ല, എക്സാം തീർന്ന് കഴിഞ്ഞിട്ട് മിക്കവാറും ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. കാണാമെന്ന് വെച്ചാൽ ഇതുണ്ട്. ഇതിനകത്ത് ഫുൾ ഒച്ചകളാണ്. ഇത് എത്രയും ആൾക്ക് പണി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മളെല്ലാ ടൈപ്പ് മീനുകളുണ്ട്. ഫുൾ ഇത് ചില്ലി മൊസൈക്ക്, ഗ്രീൻ മൊസൈക്ക് എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെ മിക്സ് ഉണ്ട്. ജാപ്പനീസ് ബ്ലൂ. ഇതിനകത്ത് നമ്മൾ ആൽബിന ഫുൾ റെഡിൻ്റെ ബിഗിയർ അല്ല, ആൽബിന ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ മെയിലും ഫീമെയിലും എവിടെ പോയെന്ന് ഒരു പിടിയില്ല ഗൈസ്. ഇത് ചാടിയതാണെന്ന് പറഞ്ഞുകൂടാ, എങ്ങനെ പോയെന്ന് അറിഞ്ഞൂടാ. ബട്ട് പോകുന്ന മുമ്പേ ബ്രീഡ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അത് 5 കുഞ്ഞുങ്ങളെങ്കിലും കാണും. ഫസ്റ്റ് ബ്രീഡിങ് ആയതുകൊണ്ട് വലിയ കുഞ്ഞുങ്ങൾ കാണൂല. ഇതിനകത്ത് നമ്മളെ പർപ്പിൾ മൊസൈക്ക്. ഇവൻ്റെ വാലാണ് ഒടുക്കത്തെ ഭംഗിയാനായിട്ട്. ഇത് എത്രയും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഫസ്റ്റ് സെക്കൻഡ് എല്ലാം ബ്രീഡിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ സാധാ ഉണ്ട് ഒരു ശംഖുതാണ്ട് പോകണം. എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നോക്കിയിട്ട് പിൻ ചെയ്തേക്കാം. ഇതാണ് ഈ ടാങ്ക്. ഇതിലാണ് നമ്മളെ ഗ്രീൻ മൊസൈക്ക്. വേണ്ടേ ഇങ്ങനെ നടക്കാറാണ് കേട്ടോ, ഒളിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട്. ഏർക്കിട്ടിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, എടുത്തായിട്ട് തന്നെ ആവും. ഇനി അടുത്ത് നമ്മൾ ഈ ടാങ്കിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ടാങ്കിൻ്റെ വീഡിയോ ഇത് ബ്രീഡായിട്ടുണ്ട് കേട്ടോ കേസിൻ്റെ കുഞ്ഞുങ്ങൾ. ഒരു 5 കുഞ്ഞുങ്ങളുണ്ട്. ബാക്കി തിന്നുമെന്ന് എനിക്ക് സംശയമില്ല, അതില്ല. ഇതാണ് നമ്മളെ ഫേവറേറ്റ് ഐറ്റം. ഇത് ചില്ലി മൊസൈക്ക്. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് ഇതിന്, ഇഷ്ടംപോലെ. പിന്നെ മെയിൻ ടാങ്ക് നമ്മളെ നെക്സ്റ്റ് ഫേവറേറ്റ് ഫിഷ്. ഗൈസ്, ഇതിൻ്റെ പേര് ഇട്ടിട്ടുണ്ട് ഗ്രീൻ ഡ്രാഗൺ ആണ് ഇതിൻ്റെ പേര്. ഗ്രീൻ ഡ്രാഗൺ. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ്ങിലുണ്ടായിരുന്ന അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട്. നല്ല ഇതായിട്ടുണ്ട്. ഇത് നമ്മൾ ജൂനിയർ സൈസ് ചെറുതെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പെണ്ണുണ്ടോ എന്ന് സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ വന്നതല്ല പെണ്ണിനെ കണക്കാണ് ഇരിക്കുന്നത്, അതായത് ഫീമെയിൽ കണക്ക്. മെയിലുണ്ടോ എന്ന് നല്ല ഡൗട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഇത് സീബ്ര ഗ്രീനാണ് കേട്ടോ. അതാണ്ട് ഇതിൽ ഇത്
ഇത് പർപ്പിളാണോ ബ്ലൂ ആണോ എന്ന് അറിഞ്ഞൂടെ. കണ്ടിട്ട് ബ്ലൂ ആണോ നമ്മളെ ബ്ലൂ സീബ്രയുണ്ട്, യെല്ലോ സീബ്ര ഉണ്ട്, ഗ്രീൻ സീബ്രയുണ്ട്, ഗ്രീൻ. പിന്നെ മെയിനായിട്ട് നമ്മൾ പോണത് മെയിനായിട്ടല്ല നമ്മളുണ്ട് ഈ ടാങ്കിൻ്റെ റീസൈക്കിൾ വീഡിയോ ഉടനെ വരുന്നതാണ്. കഴിയുമ്പോഴത്തേക്കും ഈ കാണാൻ ചെയ്താത്ത ഫുൾ പായലായി. ഇതിനും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആൽബിനോ ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുണ്ട്, തള്ളയും ഉണ്ട്, മെയിലും ഫീമെയിലും. ഇതിപ്പോൾ കാണാൻ പറ്റില്ല, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. എന്നാലും ഉണ്ട്. പിന്നെ ഈ ടാങ്ക് നമുക്ക് റീസൈക്കിൾ ചെയ്യണം. ഇവിടിപ്പോൾ ബിസിയായിട്ട് ടാങ്കിൽ റീസൈക്കിൾ ചെയ്യാണ്ട്. ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഇത് നാടൻ കപ്പീസിൻ്റെ ടാങ്കാണിത്. ഇതിനകത്തും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതും റീസൈക്കിൾ ചെയ്യുന്നില്ല. വാട്ടർ ചേഞ്ചിൻ്റെ വീഡിയോയും വരണം. അത്യാവശ്യം വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റും, ബട്ട് ഒന്നിനും സമയമില്ല. ഇതാണ് നമ്മളെ പ്രശ്നം. പിന്നെ നമ്മൾ ഓസ്കാറിൻ്റെ വീഡിയോ വളരെ വേഗം തന്നെ വരുന്നതായിരിക്കും, എക്സാം കഴിയുന്നവരോടെ. അപ്പോൾ എല്ലാവരും എക്സാം നല്ലോണം എഴുതട്ടെ. അപ്പോൾ നമുക്ക് ഈ ടാങ്കിനെ റീസൈക്കിൾ ചെയ്യാം. ഫസ്റ്റിന് നമുക്ക് നല്ലതായിട്ട് ഇതാകത്ത് നമ്മൾ മോളീൻ്റെ കുഞ്ഞ് കയറിയിട്ടുണ്ട്. അമ്മേ നല്ല വെയിറ്റ്. എടുത്തിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് കാണിച്ചേ. അത്യാവശ്യം ഇപ്പോൾ കുറഞ്ഞ് ഒരു പേര് വൈറ്റ് മോളി, ഒരു പേര് ഓറഞ്ച് മോളി, ഒരു പേര് ബ്ലാക്ക് മോളി. ഇത്ര തന്നെ ഗൈസ് ചെയ്താത്തുള്ള. ഇനി വല്ല ബ്രീഡായിട്ടുണ്ടോ എന്ന് പറഞ്ഞൂടാ, നോക്കാം. നമുക്ക് ഇന്നെല്ലാം പിടിച്ച് കാണിച്ചണം. ഞാൻ പോയി നെറ്റ് എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ നെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വെസ്റ്റുകളും എടുത്തേക്കാം. പൊട്ടിപ്പൊളിഞ്ഞസുകളാണ് പൊളിഞ്ഞാവും. സ്റ്റൂൾ നേരെ ഇടില്ല. നമ്മൾ നെറ്റ് ചെയ്തുകൊണ്ടാണ് എടുത്തേക്കുന്നത്. മിക്കവാറും ഇതിൽ ഈ ഗ്രീൻ നെറ്റിൽ കയറൂല, കാരണം കൊച്ചു നെറ്റില്ലയോ ഗൈസ്. അതിനും വലിയ വെള്ളം നിറച്ചില്ല. സാരില്ല, ടെക്നോളജികൾ വല്ല തരമില്ലയോ. യോയി പുതിയ ടെക്നോളജി ഇത്രയുള്ള മതിയായിരിക്കും. ഇനി നമുക്ക് ഇല്ലേ മീനുകളെ പിടിച്ചിടാം. ഒടുക്കത്തെ സ്പീഡ് തന്നെ കഴിച്ചെങ്കിൽ ഈ ചെറിയ നെറ്റ് എടുക്കൂല, വലുത് തന്നെ നമുക്ക് വേണം. അങ്ങനെ ഒരു മീനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചി പോയിരുന്നു. സക്സസ്ഫുള്ളി ആ മീൻ നമ്മളിത് ടാൻസും പറഞ്ഞ് എസ്കേപ്പായി. നമ്മളിത് ഇട്ട് കൊടുക്കൂല, ഇനിയും പിടിച്ചു. ചാടരുത് മീൻ ഓരോന്നായിട്ട് പിടിച്ച് തരുന്നുണ്ടേ. ഈ ഒരു ഇതാണ് വൈറ്റ് മോളി. ഇതിൻ്റെ ഫിന്നിന് എൻ്റെ കളറാണേ, അതങ്ങ് പോയി. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഇട്ടിട്ട് കാണാം. മീനെല്ലാത്തിനെയും ഇതിലോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചരിക്കാം ഈ വെള്ളം. എന്തൊരു അഴുക്കാണ് ഗൈസ്, ഒടുക്കത്തെ അഴുക്ക് തന്നെ. നമ്മൾ ഓസ്കാറിന് കൊടുക്കാൻ ലൈഫ് ഞാൻ കണ്ടേതകത്ത്. മറ്റേ ഡ്രാഗൺ ഫ്ലൈൻ്റെ ലാർവയില്ലേ, അത് ചെയ്താത്തോണ്ട് പയ്യുള്ളത് സ്പീൻ ചെയ്ത് പോകും ചിലപ്പോൾ.
പക്ഷെ എൻ്റെ ഗ്രഹത്തിലുള്ള ഫ്രണ്ട് ചെയ്തതാണ് വേറെ എന്നെ എടുത്തിട്ട് കാണിച്ചിട്ട് നമ്മൾ സാഹസികമായി പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയും കാണും. നമുക്ക് ഇന്ന് നേരെ കണ്ടേ നമ്മൾ ഓസ്കാറിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടാൻ പോയാണ് കാണിച്ചെടുക്കാം. ചാടിപ്പോൻ ദേഷ്യം ഉണ്ടെങ്കിൽ അത് നടക്കൂല. ഇത് കഴിഞ്ഞില്ല. ഓക്കെ തടി കിട്ടി ഗൈസ്. അത് ഒട്ടും പ്രതീക്ഷിക്കരുത്. ചേട്ടൻ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് 3-5 കൂടെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ടബിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഗ്യാസ് എന്താട്ടം ശങ്കാണ് നോക്കി നിറച്ചിതാത് ശങ്കാണ്. എന്നാണ്ട് നിറച്ച ശങ്കാണ് ഇതിനകത്ത്. അതെന്താ ഇപ്പം ചാടിയേ? വെള്ളത്തിൽ നോക്കുമ്പോഴേ കാണാം എന്തുമാത്രം ജെംസിലുണ്ടെന്ന്. കാരണം പിടയ്ക്കുന്നുണ്ട്. ദുച്ചിക്കുട്ടി സൈസ് വെച്ച് ജെംസ് അല്ലെങ്കിൽ നേരെ കൊണ്ടാന്ന് ഓസ്കാറിന് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത് ഇനി കഴുകണം. കഴിയാൻ പോയി ഓസ് എടുക്കാൻ പാ. നല്ല പായലുണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മൾ ഈ പായലിൽ നിന്ന് കളയാൻ ഉദ്ദേശിച്ചില്ല. ഒരു നാച്ചുറൽ സെറ്റപ്പ് ആയിരിക്കട്ടെ. നമുക്ക് ഇന്ന് വെള്ളം അടിച്ചെടുക്കാം. ഇതുപോലെ അങ്ങനെ കഴിയത്തുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി പായലൊക്കെ വരും. അതൊക്കെ കളഞ്ഞ് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഇത് വെള്ളം നിറയട്ടെ. ഇന്നുമ്പേ നമുക്ക് നമ്മൾ നിറക്കി വയ്ക്കാം. അല്ലെങ്കിൽ ഇത് പിന്നെ ഇത് അല്ലാതെ വയ്ക്കുമ്പോഴത്തേക്കുമുള്ള വെള്ളം അത്ര അടി ഇത് കലങ്ങി ഫുൾ കുളവും. മാമ്പുല ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് മോളിനെയും കൂടെ അങ്ങ് ഇറക്കിയിടല്ലേ. മോളിനെയും കൂടെ അങ്ങ് ഇറക്കിയിടാം. ഇതിലാകുമ്പോഴത്തേക്കും കഴിച്ചങ്ങ് പിടിക്കാം. 3 കളറിനെയും കൂടെ ഒരുമിച്ച് പിടിക്കാൻ വെച്ചെന്നൊക്കത്തേക്ക് ഇല്ല. നമ്മൾ ബ്ലാക്ക് മോളി ഫസ്റ്റ്. നെക്സ്റ്റ് ചടി പോലി ചത്താൽ മീനെ ചാടി കളിക്കില്ലേ. ചത്താൽ ഓസ്കാറിൻ്റെ വായിൽ ഫുഡാകും. അയ്യോ എല്ലാത്തിനെയും കൈ വെച്ചങ്ങ് പിടിച്ചിടാൻ. ഇനി എണ്ണ ഒരുമിച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റ് മീൻ ബ്ലാക്ക് മോളി കൊടുക്കച്ച് കാട്ടാണേ. ഇത് ഭയങ്കര സെൻഡ് നല്ല ടെമ്പറേച്ചർ വെള്ളത്തിൽ. ഇനിയാണ് നേരെ നമുക്ക് കളയിൽ വേണ്ട കൊച്ചു വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ എടുത്ത് എണ്ണോട്ടങ്ങിടാം. കിടന്ന് പെരുകിക്കോളും തന്നെ. ഇനി വെള്ളം നമുക്ക് നേരെ കളയാം. ഇനിയിൽ വെള്ളം നിറഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നേരത്തെ എവിടെയൊക്കെയോ ഉണ്ട് നമ്മളെ മോളിൽ.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 5 ആണ്, സബ്സ്ക്രൈബ് ടാർഗറ്റും 5 ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.